മറ്റു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് യൂട്യൂബർ ഷാജൻ സക്കറിയ കേസുകളിൽ പ്രതിയാകരുത് എന്ന വ്യവസ്ഥ നിലനിൽക്കെ വീണ്ടും ജാമ്യമില്ലാ കേസിൽ പ്രതിയായിരിക്കുകയാണ്. സമീപകാലത്ത് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലും ഇതേ വ്യവസ്ഥയിലായിരുന്നു ജാമ്യം ലഭിച്ചത്. കോൺഗ്രസ് വനിതാ നേതാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ പുതിയ കേസ് വന്നിരിക്കുന്നത്. TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കരുത് എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നതാണ്. കേസുകളിൽ പ്രതിയാകരുത് എന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് ചേർത്തുള്ള ഒരു കേസിൽ പ്രതിയായിരിക്കുന്ന ഷാജൻ സക്കറിയ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അതെ വിനീത, ഇന്നലെയാണ് കൊച്ചിയിലെ കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതിയിൽ യൂട്യൂബർ ഷാജൻ സക്കറിയക്കെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്ത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്താണ്. ഈ അടുത്ത കാലത്ത് ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് 3 കോടതികളുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് 3 തവണയും ഇതേപോലെയുള്ള വ്യത്യസ്ത പരാതികളിൽ, കഴിഞ്ഞ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണെങ്കിൽ ഇതുപോലെ ഒരു സ്ത്രീ അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത പരാതിയായിരുന്നു. അതേപോലെയുള്ള ഒരു കേസിലാണ് ഇപ്പോൾ വീണ്ടും കുടുങ്ങിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിൽ ഇടപെടാൻ വേണ്ടി പാടില്ല എന്ന് സമീപകാലത്ത് 3 കോടതി ഉത്തരവുകൾ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും സമാനമായ കുറ്റകൃത്യത്തിൽ യൂട്യൂബർ ഷാജൻ സക്കറിയ ഏർപ്പെടുന്നതും ഒപ്പം വീണ്ടും കേസിൽ പ്രതിയാവുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തക നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഷാജൻ സക്കറിയയെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വീണ്ടും കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഷാജൻ സക്കറിയ ഇസ്രായേലിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചു വന്നാൽ സ്വാഭാവികമായും ഈ കേസിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ യൂട്യൂബ് വഴി വീഡിയോയിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിലാണ് നിരവധി കേസുകൾ വന്നത്. നിരവധി കേസുകളാണ് ഷാജൻ സക്കറിയക്കെതിരെ ഉള്ളത്. അങ്ങനെ ഈ കഴിഞ്ഞ 3 കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ അത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിൽ ഇടപെട്ട് വീണ്ടും ജാമ്യമില്ലാ കേസിൽ പ്രതിയായിരിക്കുന്നത്. വിനീത, ശരി. TV പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.